ഡു യു നോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. വേറെ അതല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയ ബിസിനസ് മാൻ വിജയ് മല്യ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കതിലേക്ക് വരാം. Come on. First of all, let me clarify here. When you keep saying you borrowed, I never borrowed one naya paisa. Vijay Mallya has never borrowed a single rupee from anybody ever. It was Kingfisher Airlines, the running company, that borrowed. I was a guarantor. നയ പൈസ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആര് കൊണ്ടുപോയി ആ 9,000 കോടി? ഇതറിയണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 9 ഓഫ് ദ കമ്പനീസ് ആക്ട് നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. From the date of incorporation mentioned in the certificate of incorporation, such subscribers to the memorandum and all other persons as may from time to time become members of the company shall be a body corporate by the name contained in the memorandum, capable of exercising all the functions of an incorporated company under this act and having perpetual succession. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു വേർഡാണ്. വിത്ത് പവർ ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് ദ പ്രോപ്പർട്ടി, ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ, ടു കോൺട്രാക്ട് ആൻഡ് ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ ദ സെറ്റ് നെയിം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഈ ലോൺ എടുത്തിട്ടുള്ളത് വിജയ് മല്യ അല്ല, പകരം കിങ്ഫിഷർ എയർലൈൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ വീഡിയോയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത്, ഞാനല്ല ലോൺ എടുത്തത്, പകരം കിങ്ഫിഷർ എയർലൈൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പം ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആൻഡ് വീഡിയോസുകൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്തോളൂ, അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.